പ്രിയമുള്ളവരെ, നോൻപുകാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നോൻപുകാലമെന്ന് പറയുന്നത് നമ്മെ ഓരോരുത്തരെയും കൂടുതൽ ജീവിതത്തെ ചലിപ്പിക്കാനുള്ള ഒരു സമയമാണ്. ഉണർവിൻ്റെ ഒരു സമയമാണ്. കൃപയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു സമയമാണ്. ഈ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ ഈ സമയത്തിലേക്ക് വിളിക്കുമ്പോൾ നമ്മിലേക്ക് ആഴമായി വചനം കടന്നു ചെല്ലുവാനും നമ്മെ വിലയിരുത്തുവാനും ചിന്തിപ്പിക്കുവാനുമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വിളിക്കുമ്പോൾ നൽകുന്ന സുവിശേഷ ഭാഗം യേശുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷയാണ്. 40 വർഷം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തി ദൈവം അവരെ ഉരുക്കി വാർക്കുകയായിരുന്നു. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്കുള്ള അവരുടെ യാത്ര. ആ യാത്രയിൽ അവിടുന്ന് നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങളിൽ പ്രത്യേകമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വീങ്ങുകയോ ചെയ്തില്ല. ദൈവം അത്രമാത്രം അവരെ സംരക്ഷിച്ചു എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുന്നതിനും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായ മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തു. അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ 40 വർഷവും നിങ്ങളെ നയിച്ചതെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എങ്ങനെയാണോ നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ടത്, അതിനായി ദൈവം ഒരുക്കുന്ന വഴികളെ മനസ്സിലാക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. 2ാമത്തെ വായനയിൽ യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആ നാമത്തിലാണ് സകലരും രക്ഷയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും യേശുനാമത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നാമത്താൽ ലോകത്തെ മുഴുവനും രക്ഷയിലേക്ക് നയിക്കുവാനായിട്ട് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ കാണുവാനും കർത്താവായ യേശു എപ്രകാരമാണോ ഈ ലോകത്തിൽ ജീവിച്ചത് അതുപോലെ അവിടുത്തെ വഴിയിലൂടെ നടന്നു ചെല്ലുവാനുമുള്ള ഒരു വിളിയാണ് നമുക്കുള്ളത്. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായത്തിലാണ് മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കും. 40 ദിന യാത്രങ്ങൾ, 40 വർഷത്തെ ആ ഒരു അനുഭവത്തിലേക്ക് 40 ദിവസം യേശു കടന്നു ചെന്നത് മരുഭൂമി അനുഭവം. ഇസ്രായേൽ ജനം എങ്ങനെയാണോ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടത്, അതുപോലെ തന്നെ പരീക്ഷിക്കപ്പെട്ട ദൈവപുത്രൻ ജനത്തോട് തന്നെ താതാമ്യപ്പെടുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ താതാമ്യപ്പെടൽ തൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയോ തൻ്റെ ആത്മസുഖത്തിനോ വേണ്ടിയല്ല എന്ന് വളരെ വ്യക്തമായിട്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് ദൈവവും മനുഷ്യനായിരുന്നിട്ടും മനുഷ്യനോട് താതാമ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ എപ്രകാരമാണോ താതാമ്യപ്പെടുന്നതെന്ന് കാണുന്നുണ്ട്. വിശപ്പ് അവിടെ നിന്നറിഞ്ഞു. 40 ദിവസം ഭക്ഷിക്കാതിരുന്നത് കൊണ്ട് അവന് വിശപ്പുണ്ടെന്ന പരീക്ഷകൻ അറിയുന്നതുകൊണ്ട് അവൻ പ്രലോഭിപ്പിക്കുന്നു. ഈ കല്ലുകളെ അപ്പമായി മാറ്റുക, നീ ദൈവപുത്രനല്ലേ, നിനക്കതിന് സാധിക്കും. പ്രലോഭനങ്ങളിൽ വീഴാൻ എളുപ്പമാണ്. എന്നാൽ തനിക്ക് ആ അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന യേശുവിന് ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ തനിക്ക് വേണ്ടിയല്ല ഓരോരുത്തർക്കും ദൈവം കൃപ നൽകിയിരിക്കുന്നതെന്നും അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ബോധ്യം യേശുവിനുണ്ടായിരുന്നു.
5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ചപ്പോഴും 7 അപ്പവും കുറേ മത്സ്യങ്ങളും വർദ്ധിപ്പിച്ചപ്പോഴും ഒക്കെ ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തൻ്റെ പ്രശസ്തിക്ക്, തനിക്ക് വേണ്ടിയിട്ട്, തൻ്റെ വിശപ്പടക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ കല്ലുകളെ അപ്പമായി ഭക്ഷിക്കേണ്ടതെന്ന് കർത്താവ് പറയുന്നുണ്ട്. വചനത്താലാണ്. അധരങ്ങളിൽ വീഴുന്ന ഓരോ വാക്കും നിൻ്റെ വിശപ്പടക്കുന്നതായിരിക്കണമെന്ന് 1-ാമത്തെ പരീക്ഷയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കും. 2-ാമത്, പേരും പ്രശസ്തിക്കും വേണ്ടിയല്ല. ഈ കാണുന്നതെല്ലാം നിനക്ക് നൽകാം, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മതി. ആരെയും കുമ്പിടാൻ മടിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അല്പം കള്ളിനു വേണ്ടി, അല്പം ഭക്ഷണത്തിന് വേണ്ടി, അല്പം പേരിന് വേണ്ടി, അല്പം പ്രശസ്തിക്ക് വേണ്ടി, അല്പം അധികാരത്തിന് വേണ്ടി ആരുടെയും കാല് പിടിക്കുവാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളൊരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ വ്യത്യസ്തനായി മാറുകയാണ് ക്രിസ്തു. നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് അവിടുന്ന് പറയുന്നുണ്ട്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ വിളിക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവാത്മാവിനിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ കഴിയുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. 3-ാമത്, ഗോപുരത്തിൻ്റെ മുകളിൽ കയറ്റി നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ചാട്, നീ പ്രശസ്തനാകും, മാലാഖമാർ നിന്നെ കൈകളിൽ വഹിക്കും. അത് നിനക്കറിയാം. എൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയല്ല, എന്നെ ഞാനാരാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ ഉള്ള അവസരമല്ല, എന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയുമ്പോഴാണ് ദൈവകൃപ എന്നിലേക്ക് കടന്നു വരിക. സാത്താനെ ദൂരെ പോവുക എന്ന് കർത്താവ് പറയുമ്പോൾ അവനെ വിട്ടു. പരീക്ഷണങ്ങൾ ജീവിതത്തിലുണ്ടാകാം, പരീക്ഷകളുണ്ടാകാം. എന്നാൽ അതെല്ലാം അതിജീവിക്കുവാൻ നിനക്ക് കരുത്ത് നൽകുന്നവൻ കർത്താവാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിനക്ക് തന്ന ദാനങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ആ ദാനങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നീ തയ്യാറാകുമ്പോൾ ദൈവകൃപയുടെ നിറവായിട്ട് നീ മാറും. യേശു രക്ഷകനാണെന്നും സകലർക്കും വേണ്ടിയാണ് അവിടെ നീ ലോകത്തിലേക്ക് കടന്നു വന്നെന്നും, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഇല്ല, ദൈവം സകലർക്കും വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് തൻ്റെ പുത്രനെ അയച്ചെന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം. ഈ ബോധ്യമായിരിക്കണം അതിനും നമ്മെ നയിക്കേണ്ടത്. ഈ ശക്തിയാലായിരിക്കണം നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. ഞങ്ങളുടെ ദൈവകൃപയുടെ നിറവായി മാറുവാൻ നമ്മെ ഓരോരുത്തരെയും ഈ നോൻപുകാലത്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നീ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം. മറ്റുള്ളവർക്ക് ജീവൻ നൽകുവാൻ, ക്രിസ്തു സമർത്ഥമായ ജീവൻ നൽകിയവന് നൽകുവാൻ കഴിയണം. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ദൈവത്തിൻ്റെ ഒരു അത്ഭുതമാണ് നീ എന്നും കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നിന്ന് കാണിച്ചതെന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ നീ കഴിയുമ്പോൾ നീ ദൈവത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് മാറും. ദൈവം നിന്നിൽ കുടികൊള്ളുന്ന വ്യക്തിയായിട്ട് മാറും. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.